പൂർണ്ണമായി എല്ലാ മേഖലയിൽ നിന്നുള്ള പ്രാതിനിധ്യം ഈ ഭാരവാഹി പട്ടികയിൽ നമുക്ക് കാണാൻ കഴിയും. വലിയ നിലയിലുള്ള ഗൗതം വലിയ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ വലിയ തീരുമാനവുമായിട്ടാണ് BJP സംസ്ഥാനത്ത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ആണ് മുഖ്യ പ്രതിപക്ഷം, BJP ആണ് പ്രധാന പ്രതിപക്ഷം. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP അടുത്ത തവണ പിടിച്ചെടുക്കുക എന്നുള്ളത് പാർട്ടിയുടെ വലിയ ലക്ഷ്യമാണ്. അതേപോലെ തന്നെ പാർട്ടിക്ക് ആദ്യമായി ലോക്സഭയിൽ MPയെ സമ്മാനിച്ച തൃശ്ശൂർ കോർപ്പറേഷൻ്റെ അടക്കം ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യം BJPക്കുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ പുതിയ ഭാരവാഹി പട്ടിക കൂടി പുറത്തു വരുമ്പോൾ ഈ രണ്ട് കോർപ്പറേഷൻ്റെ പേര് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, പന്തളം നഗരസഭ BJP ആണ് ഭരിക്കുന്നത്, പാലക്കാട് BJP ആണ് ഭരിക്കുന്നത്. സംസ്ഥാനത്ത് അങ്ങനെ നിരവധി ഗ്രാമപഞ്ചായത്തുകളൊക്കെ തന്നെ പാർട്ടി ഭരിക്കുന്നുണ്ട്. അതൊക്കെ 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കുക എന്നുള്ള വലിയ ഒരു അജണ്ട, വലിയൊരു തീരുമാനവുമായിട്ടാണ് പാർട്ടി ഇപ്പോൾ ഒരു ടീമുമായി രംഗത്തേക്ക് വരുന്നത്. ഇനിയും പാർട്ടിക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട മത്സരം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സംസ്ഥാന ഘടകത്തിന് ഈ ഭാരവാഹി പട്ടിക കൂടുതൽ കരുത്തേകും എന്ന് പറയാൻ കഴിയുമല്ലോ. ഗൗതം അനന്തനാരായണൻ. വിനോദ്, ഇനിയും 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത്. കേരളം ഒരു വലിയ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുകയാണ്. ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ 4 മാസങ്ങൾ കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. ഏതാണ്ട് നവംബർ മാസത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ അടുത്ത വർഷം മാർച്ച് മാസം അവസാനത്തോടുകൂടി കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങും. ഏപ്രിൽ മാസത്തിലാകും കേരളത്തിൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ വളരെ സുപ്രധാനമാണ്. കാരണം BJP കഴിഞ്ഞ കുറച്ച് നാളുകളായി താഴെത്തട്ടിൽ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉയർത്തുകയും വളരെ വേഗത്തിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് വളരുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. കേരളത്തിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി ഇപ്പോൾ ഏത് എന്ന ചോദ്യത്തിന് എതിരാളികൾ പോലും സമ്മതിക്കുന്നത്. അടുത്ത കാലത്ത് CPMൻ്റെയൊക്കെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ ജില്ലകളിൽ നടന്നിട്ടുള്ള അവരുടേതായ ചർച്ചകൾക്കകത്ത് പോലും BJP വളരുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ മുൻപ് BJPക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരുപക്ഷെ ന്യൂനപക്ഷ വോട്ടുകളിലേക്ക്, വിശേഷിച്ച് ക്രൈസ്തവ വോട്ടുകളിലേക്ക്, അവരുടെ കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ BJP കടന്നു ചെല്ലുന്നു എന്നത് CPIMൻ്റെയും CPIയുടെയും ഒക്കെ തന്നെ പഠന റിപ്പോർട്ടുകളിൽ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് BJPക്കാർ മാത്രം പറയുന്നതല്ല, ഇത് BJPയെ ശത്രുപക്ഷത്ത് നിർത്തുന്നവരുടെ തന്നെ അഭിപ്രായം ഇതാണ്. അപ്പോൾ BJPക്ക് വളർച്ചയുണ്ട് എന്നത് BJPയെ എതിർക്കുന്ന മാധ്യമങ്ങളും അതല്ലെങ്കിൽ BJPയുടെ സംഘടനാ രീതികളെ അപ്പുറത്ത് നിന്നുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികളും എല്ലാം സമ്മതിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. നിയമസഭയിലേക്ക് അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ വർഷം നവംബർ മാസത്തിൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ ആവുകയാണ്. അങ്ങനെ വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അനുകൂലമായിട്ടുള്ള കേരളത്തിലെ ഈ സാഹചര്യം മുൻപ് ഉത്തര ഭാരതത്തിലും അതോടൊപ്പം തന്നെ കർണാടകയൊക്കെ ഉൾപ്പെടെയുള്ള ദക്ഷിണ ഭാരതത്തിലെയും സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന അനുകൂലമായ സാഹചര്യങ്ങളെ കൃത്യമായി തന്നെ കേരളത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെ പറ്റിയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ടീം ചിന്തിക്കുന്നത്, കൃത്യമായി ഇനിയും പ്രവർത്തിക്കാൻ പോകുന്നത്. കാരണം K. സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ BJP അത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ്. 20% വോട്ട് BJP കേരളത്തിൽ നേടിയെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചു എന്നത് മാത്രമല്ല, മറിച്ച് മറ്റ് സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ആറ്റിങ്ങലിൽ V. മുരളീധരൻ നടത്തിയിട്ടുള്ള മുന്നേറ്റം, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ മുന്നേറ്റം, വയനാട് K. സുരേന്ദ്രൻ നടത്തിയ വലിയ മുന്നേറ്റം, അപ്പോൾ ഇതെല്ലാം തന്നെ കൃത്യമായി തന്നെ അടയാളപ്പെടുത്തുന്നു. അപ്പോൾ ഒരു സീറ്റിൽ വിജയിച്ചു എന്നതിലുപരിയായി മുൻപ് BJPക്ക് വലിയ സ്വാധീനമില്ലാതിരുന്ന പല മണ്ഡലങ്ങളിലും BJP നടത്തിയ മുന്നേറ്റം, പ്രത്യേകിച്ച് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തെത്തുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നമ്മളെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. അത് കൃത്യമായി ഒരു സൂചനയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ അടുത്ത വർഷം നടക്കുന്ന
നിർണായകമാകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും അത് കൃത്യമായി പ്രതിഫലിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ശക്തിയായി പാർട്ടിയെ വളർത്തുക, അല്ലെങ്കിൽ അധികാരത്തിലേക്ക് തന്നെ കടന്നു വരിക എന്ന വലിയ തോതിലുള്ള നീക്കം, അതിനുവേണ്ടിയുള്ള ഒരു ടീമിനെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ തന്നെ മുൻപ് കെ സുരേന്ദ്രൻ നയിച്ചിരുന്ന ആ ടീമിൽ തന്നെയുള്ള പല പേരുകളും നമുക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി പദവിയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായും തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും സമ്പൂർണ്ണമായ വിജയം, പഴുതുകൾ അടച്ചുകൊണ്ടുള്ള മുന്നേറ്റം, അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു വിശാലമായ ടീമിനെ തന്നെയാണ് ഈ ഘട്ടത്തിൽ BJP സംസ്ഥാന ഘടകം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് വൈകുന്നേരം ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്താൻ കൂടി പോകുകയാണ്. അദ്ദേഹം വൈകിട്ട് 10 മണിയോടുകൂടി തലസ്ഥാനത്ത് എത്തും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നാളെ അദ്ദേഹം മാരാർജി ഭവന്റെ തന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. അതിനുശേഷം പുത്തരിക്കണ്ടം മൈതാനിയിൽ അദ്ദേഹം BJPയുടെ കാര്യകർത്താക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനിരിക്കുകയാണ്. അങ്ങനെ വളരെ നിർണായകമായ നിമിഷങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഉദ്ഘാടന കർമ്മത്തിനായി പാർട്ടിയുടെ ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിട്ടുള്ള ആധുനിക ഭാരതത്തിൻ്റെ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമിത്ഷാ തന്നെ ഇന്ന് എത്തുന്ന ഈ ഘട്ടത്തിലാണിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഈ സംസ്ഥാന ഭാരവാഹി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്.